ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടൊരു വാവ് ഫാക്ടർ തോന്നിയ അങ്ങനത്തെ മൊമെന്റ്സ് ഒരുപാടുണ്ടോ ഈ സിനിമയിൽ? ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാമല്ല, ഒന്ന് രണ്ടെണ്ണമൊക്കെ കാണും. പ്രത്യേകിച്ച് അതിനകത്തൊരു മൊമെൻ്റ് ഉണ്ട് ടുവേർഡ്സ് ക്ലൈമാക്സിൽ. അത് ഒരു ദൈവാനുഗ്രഹം പോലെ കിട്ടിയൊരു സാധനമാണ്. അത് ഒരു ഭയങ്കര ഒരു ഫീല് തരുന്നൊരു സാധനമുണ്ട്. അതൊക്കെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം പോലെ കിട്ടുന്ന സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ സിനിമയെക്കുറിച്ചുള്ള അവരുടെ ആ സിനിമയെ ക്യാപ്ചറോ അല്ല അവരുടെ ഒരു കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ഇപ്പോൾ ഭയങ്കര ലാലേട്ടൻ മീശ വിരിച്ച് അടിക്കുന്ന ആക്ഷൻ സിനിമ എൻജോയ് ചെയ്യുന്ന അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ ഈ സിനിമ ഇഷ്ടപ്പെടത്തേ ഇല്ല. മനസ്സിലായോ? ഒരു ഇമോഷണൽ ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്കല്ല ഈ സിനിമ ഇഷ്ടപ്പെടും. ഇപ്പം അത് പറയുമ്പോൾ ചോദിക്കാൻ തോന്നി, ഇപ്പം ദൃശ്യം ചെയ്യുമ്പം ആ ദൃശ്യത്തിലെ ഒരു ക്ലൈമാക്സ് ആണ് അതിൻ്റെ ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം അല്ലേ? ആ ക്ലൈമാക്സ് മനസ്സിൽ വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പം ഒരുപക്ഷെ ഭയങ്കരമായ സന്തോഷമോ എന്തായിരിക്കും അപ്പോൾ തോന്നുക? ഞാൻ നേരെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കളിക്കുന്ന ഇടയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, അതൊരു ഭയങ്കര അഡ്രിനാലിൻ റഷായിരുന്നു. ഞാൻ ഈയിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പം മറ്റേ ഫാമിലിയായിട്ട് സംസാരിക്കുന്നു. അവരെ വളരെ ആക്സിഡൻ്റലായിട്ട് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് അവർ നിൽക്കുന്നിടത്ത് എൻ്റെ താഴെയാണ് അവരെന്നെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഫിനിഷ് ചെയ്ത് എഴുതി വെച്ചേക്കുന്നു. പക്ഷെ ചുമ്മാ എഴുതി വെച്ചു. പക്ഷേ ഞാൻ ഹാപ്പി അല്ലായിരുന്നു. എനിക്കത് ശരിയല്ല, ഇങ്ങനെയല്ല അത് വേണ്ടത്. അപ്പം ഞാൻ രാവിലെ ഇവിടെ എറണാകുളത്ത് വെച്ച് ഇങ്ങനെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ ഇതുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു ഗെയിം ഞാനും എൻ്റെ പാർട്ണറും തോറ്റുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു എന്താ പറയുക, ഇതിൻ്റെ സ്കോറിൻ്റെ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ഞാൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഓർത്ത് ഇതൊരു പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണ്, അടിപൊളിയായിരിക്കുമല്ലോ ഒരു തകർന്ന പോലീസ് സ്റ്റേഷൻ നന്നാക്കുന്നത്. ഇങ്ങനെ വന്നു ഭയങ്കര അതിൻ്റെ ഒരു സാധ്യത വന്നപ്പം ഞാൻ അവിടുന്ന് ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, ഞങ്ങളെ കളി ജയിച്ചു. കാരണം നമുക്കുണ്ടായ ഒരു പിന്നെ അങ്ങോട്ടൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അല്ല എന്തോ രീതിയിലങ്ങ് നമ്മൾ ഭയങ്കര ഒരു എനർജി കയറിയിട്ട് ഭയങ്കര ഒരു കളിയായിരുന്നു. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ആ ഐഡിയ മനസ്സിലേക്ക് വന്നപ്പോൾ. അന്ന് തന്നെ അപ്പം തന്നെ കളി കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി അത് മാർക്ക് ചെയ്ത്, പിന്നെ അപ്പോഴാണ് ഈ അതിൻ്റെ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷനൊന്നുമില്ല. പിന്നെ അതിൻ്റെ പോലീസ് സ്റ്റേഷൻ ഫിക്സ് ചെയ്യുക, അങ്ങനെ കുറേ സ്ക്രിപ്റ്റിൽ പലയിടത്തായി കുറച്ച് പൊളിച്ച് വർക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് ആ മൊമെന്റ് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മളൊരു ചെറിയ എന്തെങ്കിലും എഴുതാണെങ്കിൽ തന്നെ ഒരു കുഞ്ഞു സാധനം കിട്ടിയാൽ നമുക്ക് ഇത് ഫീൽ ചെയ്യാലോ. അതുപോലെയാണ് ഞാൻ പറഞ്ഞ നേരിലെ ഈ സ്ഥലം, ഈ പറഞ്ഞ പർട്ടിക്കുലർ ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മ്യൂസിക്കും ഒക്കെ കേട്ട് ചുമ്മാ സ്ക്രിപ്റ്റും വായിച്ച് മ്യൂസിക് കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷ്വൽ മനസ്സിലേക്ക് വരുന്നത്. ആ മൊമെന്റ് ഞാൻ ശരിക്കും കരഞ്ഞു, കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയുമ്പോൾ കണ്ണ് നിറയുന്നു, വൈഫിനോട് പറയുമ്പോൾ കണ്ണ് നിറയുന്നു. അപ്പോൾ ഓരോ തവണ എനിക്ക് സെയിം ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാധനം വർക്ക്, അവരുടെ റിയാക്ഷനോടെ കണ്ടപ്പോൾ എനിക്ക് സാധനം വർക്ക് ആവുമെന്ന് മനസ്സിലാവുന്നു. എനിക്ക് എഴുത്തിൽ അങ്ങനെ കിട്ടുന്ന ഒരു പ്ലഷർ എന്ന് പറയുന്നത് അത് ഒന്നിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തായിരിക്കും അല്ലേ?